നമസ്കാരം. തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയത്തിലേക്ക് എന്നുള്ള രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ കാര്യാലയത്തിലാണ് ഈ സമയത്ത് ഉള്ളത്. ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. അനീഷ് ഏട്ടാ, നമസ്കാരം. നമസ്കാരം. എത്രത്തോളം പ്രതീക്ഷ? അതാ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 7634 രണ്ടാം റൗണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഇതാണെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിന് തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഏട്ടൻ ജയിക്കും. ഈ ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നിലവിലുണ്ടോ? ദേശീയ തലത്തില് എക്സിറ്റ് പോളുകൾ പറഞ്ഞ അതേ വിജയം NDA സഖ്യത്തിനുണ്ടാവും. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളത് മാത്രമാണ്. മലയാള മീഡിയകൾ കാണിക്കുന്നത് നോക്കണം. നാഷണൽ മീഡിയാസിലെല്ലാം തന്നെ NDA സഖ്യം 300-ലധികം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് എല്ലാ നാഷണൽ മീഡിയാസും പറയുന്നത്. ഇതൊക്കെ മലയാള മീഡിയകളിലെ ചില ഗിമ്മിക്കുകൾ മാത്രമാണ്. അത് മുന്നേറുന്ന സമയത്ത് കൃത്യമായിട്ട് വ്യക്തമാവും. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം എന്നുള്ളത് ഈ തവണയെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട്? ബി.ജെ.പി തിരുവനന്തപുരം പിടിക്കാനുള്ള സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. തിരുവനന്തപുരത്ത് ചെറിയ വോട്ടിന് മാത്രമാണ് ലീഡ് മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും ലീഡിൽ എത്തിയിരുന്നു. ഈ വോട്ടെണ്ണലിൽ മുന്നേറുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ നല്ല ലീഡിലേക്ക് വരും. ഇപ്പോ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് ബി.ജെ.പി ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാനുള്ള സാധ്യത ഉള്ളത്? ഇതൊരു ജനറൽ ട്രെൻഡാണ് ഇപ്പോൾ വോട്ടെണ്ണലിൽ കാണുന്നത്. മൊത്തം എല്ലാ സ്ഥലത്തും ബി.ജെ.പി സ്ഥാനാർത്ഥി ലീഡാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോ ചാനലുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വോട്ടെണ്ണിയത്. ആ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് സുരേഷ് ഗോപിക്ക് 7500-ലധികം വോട്ടിന്റെ ലീഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മിക്കവാറും എല്ലാ സ്ഥലത്തും സുരേഷ് ഗോപി ലീഡിൽ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചേട്ടാ, നമസ്കാരം. എത്രത്തോളം പ്രതീക്ഷ തൃശ്ശൂർ? തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ളതാണ് കണക്കൂട്ടൽ. ഇപ്പൊ ട്രെൻഡ് കാണിക്കുന്നതും അത് തന്നെയാണ്. സുരേഷ് ഗോപി തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ജയിക്കും. ഇപ്പോ ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ടോ ബി.ജെ.പിക്ക് നിലവിലെ സംഖ്യ ഇവിടെ കാണുന്ന സമയത്ത്? ഇല്ല, ദേശീയ തലത്തിലും ഒരു തിരിച്ചടിക്കും സാധ്യതയില്ല. 300-ലധികം സീറ്റ് നേടി, 350ഓളം സീറ്റ് നേടി NDA അധികാരത്തിൽ വരും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ദേശീയ മാധ്യമങ്ങൾ കൃത്യമായി പ്രവചിച്ച പോലെ തന്നെ കാര്യങ്ങൾ വരും. മോഡി 3ാം ടേമിലും അധികാരത്തിൽ വരും. ഇപ്പോ കേരളത്തിലും ബി.ജെ.പി എത്ര ശതമാനം വോട്ടുകൾ നേടാനാണ് സാധ്യത പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ച്? അല്ല, കേരളത്തിൽ ബി.ജെ.പി എന്ത് തന്നെയായാലും ശരി, ദേശീയ മാധ്യമങ്ങളുടെ സർവേ പ്രകാരം 27ആണ് പറയുന്നത്. 20-നും 25-നും ഇടയിൽ നിർബന്ധമായിട്ടും ശതമാനത്തിൽ ബി.ജെ.പി സീറ്റ് നേടും. നല്ല ഷെയറിൽ വർധനമുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരവും തൃശ്ശൂരും അല്ലാതെ മറ്റേതെങ്കിലും സീറ്റിൽ ബി.ജെ.പിക്ക് സാധ്യത ഈ ഒരു സമയത്തുണ്ട്? ഇല്ല, തീർച്ചയായിട്ടും തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി.ജെ.പി വിജയപ്രതീക്ഷ ഏറ്റവും അധികം പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. മറ്റു പല മണ്ഡലങ്ങൾ, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ആലപ്പുഴ, പത്തനംതിട്ട, ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നെക്ക് പോരാട്ടം നടന്നു. അവിടെ ഞങ്ങൾ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ ഈ തൃശ്ശൂർ ബി.ജെ.പിയുടെ വിജയം ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്. 2 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാവുന്ന സമയത്ത് 7000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു. വിജയിക്കുമെന്ന പൂർണ്ണമായ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. അത് തന്നെയാണ്.